ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, വലിയൊരു അനുഭവ സാക്ഷ്യമാണ് സിസ്റ്റർ പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് നിസ്സാരമായിട്ട് തോന്നാം. പക്ഷെ സിസ്റ്ററിന് ഇത് വലിയൊരു അനുഭവം, ഒരുപാട് അത്ഭുതങ്ങൾ അടയാളങ്ങളും യാത്രകളിലാണ് അധികം ഉണ്ടാകുന്നത്. അങ്ങനെ വേളാങ്കണ്ണിയിൽ സിസ്റ്റർ ചെന്നിരുന്ന് പരിശുദ്ധ അമ്മയുടെ മെയിൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ വന്നൊരു പുസ്തകം തരികയാണ്. ശരിക്കും സിസ്റ്റർ ഞെട്ടിപ്പോയി. ആ സഹോദരനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, പിന്നീട് അവിടെ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ ഈ ദിവസങ്ങളിൽ ദണ്ഡവിമോചനം, അതായത് കുഴഞ്ഞു വീണ് മരിക്കുക, ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുക, ആക്സിഡൻറ്റിൽ മരിക്കുക, ഇവരുടെയൊക്കെ കുറികളിൽ അടിക്കുന്നത് ഇവർ അന്ത്യകൂദാശകളെല്ലാം സ്വീകരിച്ച് കർത്താവിൽ ഭാഗ്യനിദ്ര പ്രാപിച്ചു എന്നാണ്. അത് സിസ്റ്ററിനെ ഒരുപാട് വേദനിപ്പിച്ചു. അപ്പോൾ ശുദ്ധീകരണസ്ഥലം ലഭിക്കാതെ ഒരു വ്യക്തി എപ്പോഴും ദൈവ പൈതലെ ദൈവിക കൃപയിലായിരിക്കാൻ, ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കാൻ പ്രാർത്ഥനകൾ നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം, എന്ത് തന്നെ സംഭവിച്ചാലും. അപ്പോൾ ഞാൻ ദണ്ഡവിമോചനം ഒരു സിസ്റ്റർ എന്നോട് ധ്യാനം, സിസ്റ്റേഴ്സിന് ധ്യാനം കൊടുത്തു കഴിഞ്ഞിട്ട് ആ സിസ്റ്റർ ഉറക്കെ പ്രഖ്യാപിച്ചു മൈക്കിൽ, ഇനി പറയുന്ന ദണ്ഡവിമോചനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കാർമൽ സിസ്റ്റർ ക്ലാസ് എടുക്കുന്നു, ടോക്ക് തരുന്നു പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ദണ്ഡവിമോചനങ്ങളെ കുറിച്ച് കുറേ അറിയാം, പക്ഷെ സഭ നമുക്ക് തരുന്ന അത് CCC ഒക്കെ നമ്മൾ പറഞ്ഞ് അതിനനുസരിച്ചുള്ള പ്രബോധനങ്ങളും പിന്നെ അത് റെഫർ ചെയ്ത് അങ്ങനെ പറയാനായിട്ടുള്ള ഒരു അറിവ് എനിക്ക് കുറവായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്ന ഏതെങ്കിലും ഒരു പുസ്തകം കിട്ടുക, അല്ലെങ്കിൽ CCC നമുക്ക് റെഫർ ചെയ്യാം, പക്ഷേ ഒരു പുസ്തകം കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരാഴ്ച പിന്നിട്ടിട്ടാണ് ഞാൻ വേളാങ്കണ്ണിയിൽ എല്ലാ മാസവും നമ്മൾ ധ്യാനം കൊടുക്കാൻ പോകും. അങ്ങനെ വേളാങ്കണ്ണിയിൽ മെയിൻ ചർച്ചിൽ ജമാൽ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ പ്രേക്ഷിതരുണ്ട്. ഒരു സഹോദരന് 2 സഹോദരന്മാർ കടന്നു പോയി ചിരിച്ചിട്ട്, മലയാളീസാണ്. അതിലൊരാളാണ് സിസ്റ്റിനെ പുസ്തകം 2 പുസ്തകം തന്നു. ഒന്ന് ദണ്ഡവിമോചനങ്ങളുടെയും ഒന്നൊരു ചെറിയ ലീഫ്ലെറ്റ് പോലത്തെ പുസ്തകം. അപ്പം ഞാനീ പുസ്തകം കിട്ടിയപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ പ്രേക്ഷിതരോട് പറഞ്ഞു, ഇത് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്, ഇത് അത്ഭുതമാണ്, എത്ര ദിവസമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഈ പുസ്തകം, ഒരു ദണ്ഡവിമോചനങ്ങൾ. അപ്പോൾ ഇതിലെ ചെറിയ ലീഫ്ലെറ്റ് അവർക്ക് കൊടുത്തു, ഇത് നിങ്ങളെടുത്തോ ഈ പുസ്തകം. അപ്പോൾ അവർക്ക് അത്ര ഇതിലെ സിസ്റ്റർ ആഗ്രഹിച്ചതും സിസ്റ്റിങ്ങിന് ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് ഇനിയുള്ള വീഡിയോസ് ഇടാൻ പോകണം, അവർക്ക് അത്ര അറിവില്ലാത്തത് കൊണ്ട് അവർക്കത് അത്ഭുതമായിട്ട് തോന്നിയില്ല. പക്ഷെ സിസ്റ്ററിന് ഇത് വലിയൊരു അത്ഭുതമാണ്. എന്ത് കാര്യം നമ്മൾ ആഗ്രഹിച്ചോ, നമ്മെക്കുറിച്ച് കർത്താവ് ശ്രദ്ധാലുവാണ്. നമ്മൾ കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുവായിരിക്കുമ്പോൾ നമ്മെക്കുറിച്ച് കർത്താവ് ശ്രദ്ധാലുവാണെന്ന് ഒരുപാട് അടയാളങ്ങൾ സിസ്റ്റർ ലഭിക്കുന്നു. അതിലൊരു ചെറിയ സാക്ഷ്യമാണ് ഇപ്പോൾ ഈ അടുത്ത് 2-3 ദിവസം മുൻപ് നടന്നതാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. ആമേൻ.